ഹായ് ഫ്രണ്ട്സ്, ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ ദോശയ്ക്കും ഇഡലിക്കും വേണ്ടിയിട്ടുള്ള മാവ് പ്രിപ്പയർ ചെയ്യാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ 3 കപ്പ് പച്ചരിയും 1/2 കപ്പ് ചോറ് വെക്കുന്ന അരിയും എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന കപ്പ്. നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അതിനനുസരിച്ച് 3ഉം അരയായിട്ട് പച്ചരിയും സാധാരണ ചോറ് വെക്കുന്ന അരിയും എടുക്കാം. ഞാനിവിടെ സുലേഖയാണ് എടുത്തിരിക്കുന്നത്. ഏത് അരി വേണമെങ്കിലും എടുക്കാം, പക്ഷേ ചുവന്ന അരി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഉഴുന്നും കുറച്ച് ഉലുവയും ചേർക്കാം. അരി ഉഴുന്നും നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കൊരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. അഞ്ച് മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഉഴുന്ന് നല്ലപോലെ അരച്ചെടുക്കാം. ഉഴുന്ന് അരയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. ഉഴുന്ന് തരിയൊന്നും ഇല്ലാണ്ട് സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം മാവിന്റെ പാകം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഈ മാവ് ഇട്ട് നോക്കുമ്പോൾ ഈ മാവ് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അരച്ചെടുക്കാം. അരി അരയ്ക്കുമ്പോഴും നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അരി വളരെ ചെറിയൊരു തരിതരിപ്പോടെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ബാക്കി അരി അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ ഒരു 2 കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് അരയ്ക്കാം. ഉഴുന്നുമാവിലും അരിമാവിലും ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 8-9 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റിന് ശേഷം നമുക്ക് ഈ മാവ് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഓവർനൈറ്റാണ് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഫ്രിഡ്ജിൽ വെക്കണ്ട, വെളിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കരിവേപ്പില കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശയോ ഇഡലിയോ പ്രിപ്പയർ ചെയ്തെടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് ഇഡലിയും ദോശയ്ക്കും വേണ്ടിയിട്ടുള്ള മാവ് അരച്ചെടുക്കാം നമ്മൾ കണ്ടു. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ.